യേശുവേ ആരാധന. യേശുവേ ആരാധന. അടുത്ത് നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം, നീയാകുന്ന ദേവാലയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ചോദ്യം ആവർത്തിക്കാം, നീയാകുന്ന ദേവാലയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് നമ്മുടെ നെടുമുണ്ട ദേവാലയത്തിൻ്റെ ആശീർവാദ ദിവസമാണ്. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ ഇന്ന് തിരുസഭ ലാറ്ററൻ ബസിലിക്കയുടെ തിരുനാളാണ്. അതിൻ്റെ പ്രതിഷ്ഠാദിനത്തിൻ്റെ തിരുനാളാണ് സഭ ഔദ്യോഗികമായി ആഘോഷിക്കുന്നത്. ഈ കാലഘട്ടത്തെ വിളിക്കുന്ന പേര് പള്ളിക്കൂദാശ കാലം എന്നാണ്. അല്ലെ, ഇടൂര് പള്ളിയിൽ എഴുതി വച്ചിട്ടുണ്ടോ പള്ളിക്കൂദാശ? അതായത് നമ്മുടെ ഈശോ പറയുകയാണ്, ദേവാലയത്തെ വിശുദ്ധീകരിച്ചതിന് ശേഷം ഈശോ പറയുന്നു, നിങ്ങൾ ഈ ദേവാലയത്തെ നശിപ്പിക്കുക. അതായത് തൻ്റെ തന്നെ ശരീരത്തെക്കുറിച്ച് ഈശോ പറയുകയാണ്, ഈശോയുടെ ശരീരം ഒരു ദേവാലയമാണ്. ഈശോയാകുന്ന ശരീരത്തിൽ, ഈശോയുടെ ശരീരമാകുന്ന ദേവാലയത്തിൽ എന്തൊക്കെ ശുശ്രൂഷകളാണ് നടന്നത്? ഈശോയുടെ ആ ശരീരമാകുന്ന ദേവാലയത്തിൽ ഒരു ബലിയർപ്പണം നടന്നു. ഈശോ കാൽവരിയിൽ ബലിയർപ്പിച്ചു. ഈശോയുടെ അധരത്തിൽ നിന്ന്, ഈശോയാകുന്ന ദേവാലയത്തിൽ നിന്ന് വചനം പ്രഘോഷിക്കപ്പെട്ടു. ഈശോയാകുന്ന ദേവാലയത്തിൽ ദൈവമക്കൾ ദൈവത്തെ കണ്ടു, ദൈവത്തെ കേട്ടു, ദൈവത്തെ തൊട്ടു, ദൈവത്തെ അനുഭവിച്ചു. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഈശോയുടെ ശരീരമാകുന്ന ദേവാലയത്തിൽ എന്തൊക്കെ സംഭവിച്ചുവോ അതെല്ലാം ഞാനാകുന്ന ദേവാലയത്തിലും സംഭവിക്കണം. ഒരു ബലിയർപ്പണം നടക്കണം. എൻ്റെ ജീവിതാഗ്രഹങ്ങളുടെ ബലിയർപ്പണമാകാം. എൻ്റെ ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ ബലിയർപ്പണം നടക്കുമ്പോൾ ഞാനൊരു ദേവാലയമായി മാറുന്നു. എൻ്റെ അധരത്തിൽ നിന്ന് വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ ഞാനൊരു ദേവാലയമായി മാറുന്നു. എന്നിൽ മറ്റുള്ളവർക്ക് ദൈവത്തെ കാണാൻ കഴിയുമ്പോൾ, ദൈവത്തെ കേൾക്കാൻ കഴിയുമ്പോൾ, ഇനി എനിക്ക് തന്നെ എൻ്റെ കണ്ണുകൾ ദൈവത്തെ കാണുന്ന കണ്ണുകളായും, ദൈവത്തെ കേൾക്കുന്ന കാതുകളായും, ദൈവത്തെ സംവഹിക്കുന്ന ഹൃദയവുമായും ഞാൻ രൂപാന്തരപ്പെടുമ്പോൾ ഞാനൊരു ദേവാലയമായി മാറുകയാണ്. നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അപ്പോൾ ദേവാലയമാകാനുള്ള സാധ്യതയോടുകൂടെയാണ് ദൈവം ഓരോ മനുഷ്യന്റെയും ശരീരത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ ദേവാലയമായി തീരുന്നതിന് വിശുദ്ധമായ, പരിശുദ്ധമായ പ്രാർത്ഥനയുടെ ആലയമായി എൻ്റെ ശരീരം തീരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില വ്യാപാരങ്ങൾ, ചില വിക്രിയങ്ങൾ, ചില ഇടപെടലുകൾ, ചില മായക്കാഴ്ചകൾ, കേൾവികൾ, ഇതെല്ലാം എൻ്റെ ശരീരത്തിന്, എനിക്ക് ദേവാലയമായി തീരുന്നതിന് തടസ്സമായി തീരുന്നുണ്ട്, ബലിയർപ്പണത്തിന് തടസ്സമായി തീരുന്നുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതിന് തടസ്സമായി തീരുന്ന കാര്യങ്ങളെ ഈശോ തന്നെ ഒരു ചാട്ടവാറെടുത്ത് അടിച്ചോടിക്കുകയാണ്. ആ അടിച്ചോടിക്കൽ, ആ ശുദ്ധീകരണ പ്രക്രിയ പൂർത്തിയായത് കാൽവരിയിലാണ്. ഈശോ കുരിശു വഹിച്ചതും, ഈശോ കുരിശിൽ രക്തം ചിന്തി മരിച്ചതും ഞാനാകുന്ന ദേവാലയത്തെ വിശുദ്ധീകരിച്ച് പുനർപ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയാണ്. ഈശോയുടെ കുരിശുമരണത്തിന്റെ യോഗ്യതകൾ വഴി എൻ്റെ ശരീരം കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന, ദൈവത്തെ കാണുകയും ദൈവത്തെ കേൾക്കുകയും ദൈവത്തെ സംവഹിക്കുകയും ദൈവത്തെ പ്രഘോഷിക്കുകയും ദൈവാരാധന നടക്കുകയും ബലിയർപ്പണം നടക്കുകയും ചെയ്യുന്ന ഒരു ദേവാലയമായി എന്നെ അവിടുന്ന് പുനർപ്രതിഷ്ഠിക്കുന്നു. നമുക്ക് കണ്ണുകളടക്കാം. ഞാനാകുന്ന ഈ ദേവാലയത്തിൽ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതിന്, ദൈവാരാധന നടക്കുന്നതിന് തടസ്സമായി എൻ്റെ ഇടപെടലുകൾ, എൻ്റെ ജീവിതം, എൻ്റെ ചിന്തകൾ, എൻ്റെ വാക്കുകൾ, പ്രവർത്തികൾ തടസ്സമായി നിന്നതിനെ ഓർത്ത് അനുതപിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പാപപരിഹാരം ചെയ്യാം. ഈശോയേ
ഈശോയേ ഈശോയേ ഈശോയേ ഈശോയേ ഈശോയേ